നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഒരു അൺബോക്സിംഗ് ആണ്. ഒരു LED ലൈറ്റ് സ്ട്രിപ്പ് ആണ്. ഗോഹൈ എന്ന് പറയുന്ന ബ്രാൻഡിന്റെയാണ് ഈ ഒരു പ്രൊഡക്റ്റ്. അപ്പോൾ ഞാൻ ഇത് കുറച്ച് ദിവസങ്ങളായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ ഇന്ന് നമുക്ക് ഒന്ന് അൺബോക്സ് ചെയ്യാം. അതിനോടൊപ്പം തന്നെ ഇതിന്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഇത് എവിടെ നിന്ന് ബൈ ചെയ്യാൻ സാധിക്കും, അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. അപ്പോൾ ഈ ഒരു പ്രൊഡക്റ്റുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും ഇന്നത്തെ വീഡിയോയിലൂടെ പറയും. അപ്പോൾ ഇത് സെറ്റപ്പ് ചെയ്യുന്നത് എങ്ങനെയാണ്, ഇത് ആപ്ലിക്കേഷനുമായിട്ട് കണക്ട് ചെയ്യുന്നത് എങ്ങനെയാണ്, എല്ലാം. അപ്പോൾ നിങ്ങൾ വീഡിയോ അവസാനം വരെ കാണാം. കുറച്ച് ലെങ്ത് വീഡിയോയുടെ കൂടാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ കാണുന്നതിലൂടെ ഒരു LED ലൈറ്റ് സ്ട്രിപ്പ് കൊണ്ടുള്ള പ്രയോജനം, ഇത് എങ്ങനെയാണ് യൂസ് ചെയ്യുന്നതെന്നും എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അപ്പോൾ കൂടുതൽ സംസാരിച്ച് സമയം കളയുന്നില്ല, നേരെ നമുക്ക് ഒന്ന് അൺബോക്സ് ചെയ്യാം. ഇങ്ങനെ ഒരു ബോക്സിലാണ് ഈ സ്ട്രിപ്പ് ലൈറ്റ് വരുന്നത്. ഗോഹൈ എന്നാണ് ബ്രാൻഡ് നെയിം. വൈഫൈ എനേബിൾ ആണ്, മ്യൂസിക് മോഡുണ്ട്, ഗൂഗിൾ അസിസ്റ്റന്റ്, ആമസോൺ അലക്സയുമായിട്ടൊക്കെ കണക്ട് ചെയ്യാൻ പറ്റുമെന്നുള്ള കാര്യം ഇവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഒപ്പം തന്നെ ഈ പ്രൊഡക്റ്റുമായി ബന്ധപ്പെട്ട മറ്റ് ഡീറ്റെയിൽസ് ഒക്കെ ഈ ബോക്സിന്റെ വശങ്ങളിൽ എഴുതിയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ബോക്സ് ഒന്ന് ഓപ്പൺ ആക്കാം. ബോക്സ് ഓപ്പൺ ആക്കുമ്പോൾ തന്നെ ആദ്യമായിട്ട് കാണാൻ സാധിക്കുക ഗോഹയുടെ ഒരു വെൽക്കം നോട്ടാണ്. ഈ ബോക്സിനുള്ളിൽ മറ്റൊരു ചെറിയ ബോക്സ് ഉണ്ട്. ഇതിൽ എന്തൊക്കെയാണ് ലഭിച്ചിരിക്കുന്നത് നോക്കാം. ഇതിൽ നമുക്ക് ആദ്യം കാണാനായിട്ട് സാധിക്കുന്ന ഒരു റിമോട്ടാണ്. അടുത്തായിട്ട് ഒരു യൂസർ മാനുവലും വാറന്റി കാർഡും കാണാം. അപ്പോൾ തന്നെ ഈ ബോക്സിനുള്ളിൽ ഒരു കൺട്രോളറൂടെ നമുക്ക് ലഭിക്കുന്നുണ്ട്. അടുത്തായിട്ട് ഈ ബോക്സിൽ ഒരു ചാർജിംഗ് അഡാപ്റ്ററും കണക്ടറും നമുക്ക് ലഭിക്കുന്നുണ്ട്. ലാസ്റ്റ് പ്രൊഡക്റ്റ് ആണ് നമ്മുടെ മെയിൻ പ്രൊഡക്റ്റ്, LED സ്ട്രിപ്പ്. ഇങ്ങനെ ഒരു ബോക്സിനുള്ളിലാണ് LED സ്ട്രിപ്പ് ലഭിക്കുന്നത്. ഈ ബോക്സിനുള്ളിൽ എത്ര മീറ്ററിന്റെ LED സ്ട്രിപ്പ് ആണെന്നുള്ള കാര്യം ഇവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഇത് 5 മീറ്ററിന്റെ LED സ്ട്രിപ്പ് ആണ്. 5 മീറ്ററിന്റെ 2 LED സ്ട്രിപ്പുകളാണ് ഇപ്പോൾ എന്റെ കൈവശമുള്ളത്. ഈ LED സ്ട്രിപ്പ് ഞാൻ വെളിയിൽ എടുത്തുനിന്ന് കാണിച്ചില്ല. എന്താ ഈ ഒരു ലുക്കിലാണ് നമുക്ക് LED സ്ട്രിപ്പ് ലഭിക്കുന്നത്. ഈ പ്രൊഡക്റ്റ് ഡീറ്റെയിൽസ് ഒക്കെ ഇവിടെ എഴുതിയിട്ടുണ്ട്. 12 വാട്ടിന്റെ സ്ട്രിപ്പ് ലൈറ്റ് ആണിത്. സാധാരണ നമ്മൾ ആമസോണിലും ഫ്ലിപ്കാർട്ടിലും ഒക്കെ നോക്കുമ്പോൾ ഇഷ്ടംപോലെ LED സ്ട്രിപ്പുകൾ അവൈലബിൾ ആയിരിക്കും. പക്ഷേ ഒരുമാതിരിപ്പെട്ടതൊക്കെ തന്നെ ലോക്കലായിട്ടുള്ള പ്രൊഡക്റ്റുകളാണ്. അപ്പോൾ അതുമായിട്ടൊക്കെ കമ്പയർ ചെയ്യുമ്പോൾ ഇതിന്റെ ഒരു ക്വാളിറ്റിയും വളരെ ഡിഫറെന്റ് ആണ്. നല്ല ക്വാളിറ്റിയിലുള്ള ഒരു പ്രൊഡക്റ്റ് ആണിത്. ഈ LED സ്ട്രിപ്പ് ഒക്കെ തന്നെ വാട്ടർ പ്രൂഫ് ആണ്. ഈ സ്ട്രിപ്പിന്റെ ബാക്ക് സൈഡിൽ കാണുന്ന ബ്ലൂ കളർ ഇതൊരു ടേപ്പാണ്. ഇത് റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇത് ഭിത്തിയിലോ അല്ലെങ്കിൽ എവിടെ വേണമെങ്കിലും പ്രോപ്പറായിട്ട് സ്റ്റിക്ക് ചെയ്ത് വെക്കാനായിട്ട് സാധിക്കും. ഇനി നമുക്ക് ഈ LED സ്ട്രിപ്പ് ഒന്ന് കണക്ട് ചെയ്ത് നോക്കാം. ഇതിന്റെ ഒരു കണക്ഷൻ നമ്മൾ കറണ്ടിൽ നിന്ന് എടുക്കുന്നത്, അഡാപ്റ്ററിൽ നിന്നുള്ളത് ഇവിടെ പ്ലഗ് ചെയ്യുന്നു. അതിനുശേഷം LED സ്ട്രിപ്പ് ഈ കണക്ടറിലേക്ക് ലിങ്ക് ചെയ്യുക. ഈ രീതിയിൽ നമുക്ക് ഇവിടെ ലിങ്ക് ചെയ്യാൻ സാധിക്കും. ഇതിൽ ആരോ കൊടുത്തിട്ടുണ്ട്, ഈ സ്ട്രിപ്പിലും കൊടുത്തിട്ടുണ്ട്, അതേപോലെ തന്നെ ഈ കണക്ടറിലും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് നോക്കിയിട്ട് നമുക്ക് കറക്റ്റായിട്ട് ഈ ഹോളിലേക്ക് ഇങ്ങനെ പ്ലഗ് ചെയ്താൽ മതി. പ്ലഗ് ചെയ്തതിനു ശേഷം നമുക്ക് ഈ ഒരു കണക്ടറിൽ തന്നെ ഓൺ ഓഫ് ബട്ടൺ ലഭിക്കും. ജസ്റ്റ് ഇതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇത് പവർ ഓൺ ആവും. അതിനുശേഷം ഇതിന്റെ മോഡ് ചേഞ്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ ഒന്ന് ഡയറക്റ്റ് നമുക്ക് മോഡ് ചേഞ്ച് ചെയ്യാനായിട്ട് സാധിക്കും. ഇതല്ലാതെയുള്ള അടുത്ത ഓപ്ഷൻ ആണ് റിമോട്ട് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഓൺ ഓഫ് ചെയ്യാനും അതേപോലെ ഇതിലെ കളർ ചേഞ്ച് ചെയ്യാനും എല്ലാ കാര്യങ്ങളും നമുക്ക് റിമോട്ടിലൂടെയും കൺട്രോൾ ചെയ്യാൻ സാധിക്കും. ഈ രണ്ട് ഓപ്ഷൻസ് മാത്രമല്ല LED സ്ട്രിപ്പ് കൺട്രോൾ ചെയ്യാനായിട്ടുള്ളത്. വൈഫൈ എനേബിൾഡ് ആയിട്ടുള്ള LED സ്ട്രിപ്പ് ആയതുകൊണ്ട് തന്നെ നമുക്ക് ആപ്ലിക്കേഷന്റെ ത്രൂവും ഈ ഒരു LED സ്ട്രിപ്പ് കൺട്രോൾ ചെയ്യാം. അതെങ്ങനെയാണ് ചെയ്യുന്നത് എന്നുള്ള കാര്യം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ എൻ്റെ കയ്യിൽ 5 മീറ്ററിന്റെ വെച്ച് 2 LED സ്ട്രിപ്പ് ആണുള്ളത്. അപ്പം ഈ ഒരു 5 മീറ്ററിന്റെ LED സ്ട്രിപ്പിൽ നിന്ന് ഇതിന്റെ ഒരു എക്സ്റ്റൻഷൻ എടുത്ത് ടോട്ടൽ 10 മീറ്ററിലേക്ക് എനിക്ക് മാറ്റണമെന്നുണ്ടെങ്കിൽ ഇവിടെ നമുക്ക് മറ്റൊരു ഓപ്ഷനൂടെ ലഭിക്കുന്നുണ്ട്. അതായത് ഇവിടെ നിന്ന് നമ്മുടെ കയ്യിലുള്ള അടുത്ത 5 മീറ്റർ കണക്ട് ചെയ്തുകൊണ്ട് ടോട്ടൽ ഇതിന്റെ ലെങ്ത് നമുക്ക് 10 മീറ്റർ ആക്കാൻ സാധിക്കും. 10, 15, 20 മീറ്റർ നമ്മൾ എത്ര മീറ്റർ ആണോ നമുക്ക് LED സ്ട്രിപ്പിന്റെ ലെങ്ത് വേണ്ടത് അത്രയും നമുക്ക് എക്സ്റ്റെൻഡ് ചെയ്യാനും ഈ ഒരു ഓപ്ഷൻ കൊടുത്തിട്ടുള്ളത് കൊണ്ട് തന്നെ വളരെ ഈസി ആയിട്ട് സാധിക്കുന്നതാണ്. അത് ഞാൻ നിങ്ങൾക്ക് കണക്ട് ചെയ്ത് കാണിച്ചു തരാം. അടുത്ത 5 മീറ്റർ സ്ട്രിപ്പ് കൂടെ ഞാൻ എടുത്തിട്ടുണ്ട്. ഇതിലും കറക്റ്റ് കണക്ട് ചെയ്യുന്നതിന് മുമ്പ് ഇതിൽ കൊടുത്തിരിക്കുന്ന ആരോ ചെക്ക് ചെയ്തതിനു ശേഷം മാത്രമേ കണക്ട് ചെയ്യാവൂ. ഈ ആരോ രണ്ടും മാച്ച് ചെയ്യുന്നുണ്ടോ എന്ന് നോക്കണം. അതിനുശേഷം സിമ്പിൾ ആണ്, ജസ്റ്റ് കണക്ട് ചെയ്യുക. 5 മീറ്റർ നീളം ഉണ്ടായിരുന്ന LED സ്ട്രിപ്പിനെ നമ്മൾ 10 മീറ്റർ നീളത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി സ്ട്രിപ്പ് ലൈറ്റ് നമുക്ക് ആപ്ലിക്കേഷനുമായിട്ട് കണക്ട് ചെയ്യണം. അതിനായിട്ട് ഗോഹൈ സ്മാർട്ട് എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ പ്ലേ സ്റ്റോറിൽ എത്തി ഡൗൺലോഡ് ചെയ്യും. ഞാൻ ഓൾറെഡി ഈ ഒരു ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്തിട്ടുണ്ട്. നേരത്തെ തൊട്ട് ഈ ആപ്ലിക്കേഷൻ ഉപയോഗിക്കുന്നുണ്ട്. കാരണം ഗോഹൈ സ്കൈലൈറ്റ് ബാർ ഞാൻ നേരത്തെ വാങ്ങി ഉപയോഗിക്കുന്നുണ്ട്. ഒരു ലൈറ്റ് ബാർ ആണ്, LED ലൈറ്റ് ബാർ ആണ്. അതിന്റെ വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. ആ ഒരു വീഡിയോ നിങ്ങൾ കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ ആ വീഡിയോയുടെ ലിങ്ക് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. മറക്കാതെ ആ വീഡിയോ കാണുക. അല്ലാന്നുണ്ടെങ്കിൽ എന്റെ സ്ക്രീനിലോ ഐ ബട്ടണിലോ ആ വീഡിയോ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ നമുക്കിനി ചെയ്യേണ്ടത് LED സ്ട്രിപ്പ് ലൈറ്റ് ഈ ഒരു ആപ്പുമായിട്ട് കണക്ട് ചെയ്യണം. അതിനായിട്ട് ഇവിടെ ഒരു പ്ലസ് ബട്ടൺ റൈറ്റ് സൈഡിൽ കാണാൻ സാധിക്കും. അതിൽ ക്ലിക്ക് ചെയ്ത് ആ ഡിവൈസിൽ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ ഇവിടെ കുറെ അധികം ഡിവൈസുകൾ ഇവിടെ കാണിക്കുന്നതാണ്. അതായത് നമ്മുടെ കയ്യിലുള്ള ഡിവൈസ് ആണെങ്കിൽ അത് നമുക്ക് ഈ ഒരു ആപ്പുമായിട്ട് ഇവിടെ നിന്ന് കണക്ട് ചെയ്യാനായിട്ട് സാധിക്കും. ഇപ്പൊ എന്റെ കയ്യിലുള്ള ഡിവൈസുകൾ 2 ഡിവൈസുകളാണ്, ഗോഹൈ സ്കൈലൈറ്റ് ബാർ അതേപോലെ തന്നെ ഗോഹൈ LED സ്ട്രിപ്പ്. ഓൾറെഡി ഞാൻ ലൈറ്റ് ബാർ കണക്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഇനി LED സ്ട്രിപ്പ് ആണ് കണക്ട് ചെയ്തത്. ഞാൻ അതിൽ ക്ലിക്ക് ചെയ്തു. അതിനുശേഷം അടുത്ത സ്റ്റെപ്പിൽ വന്നിരിക്കുന്നത് റീസെറ്റ് ദ ഡിവൈസ്. അതായത് ഈ LED സ്ട്രിപ്പ് നമുക്ക് റീസെറ്റ് ചെയ്യാനായിട്ടുണ്ട്. റീസെറ്റ് ചെയ്യാൻ വളരെ സിമ്പിൾ ആണ്. ഇപ്പോൾ ഓൾറെഡി ഓൺ ചെയ്ത് വെച്ചേക്കാണ്. ഒരു 10 സെക്കൻഡത്തേക്ക് ഇത് ഓഫ് ചെയ്യണം. അതിനുശേഷം വീണ്ടും ഇത് ഓൺ ചെയ്യണം. ഓൺ ചെയ്ത് കഴിഞ്ഞാൽ റീസെറ്റ് ആവും. റീസെറ്റ് ചെയ്യാനായിട്ടുള്ള മറ്റൊരു മാർഗം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു കൺട്രോളർ ഉണ്ടല്ലോ, അതിന്റെ പവർ ബട്ടണിൽ ലോങ് പ്രസ് ചെയ്ത് പിടിച്ചു കഴിഞ്ഞാൽ ഈ ഒരു സ്ട്രിപ്പ് റീസെറ്റ് ആയിക്കോളും. ഞാനിവിടെ ലോങ് പ്രസ് ചെയ്തിരിക്കുകയാണ്. നമുക്ക് നോക്കാം ഇത് റീസെറ്റ് ആവുന്നുണ്ടോ എന്ന്.
ഇത് ബ്ലിങ്ക് ചെയ്യാനായിട്ട് തുടങ്ങും. ബ്ലിങ്ക് ചെയ്യാൻ തുടങ്ങി കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം സംഭവം റീസെറ്റ് ആയിട്ടുണ്ടെന്നാണ്. അപ്പോൾ ഡിവൈസ് റീസെറ്റ് ആയി നമുക്കിനി നെക്സ്റ്റ് കൊടുത്ത് മുന്നോട്ട് പോകാം. എന്നിട്ട് ഇവിടെ കൺഫേം ചെയ്തിട്ട് നെക്സ്റ്റ് കൊടുക്കാം. ഇനിയിപ്പം നമുക്ക് ചെയ്യേണ്ടത് നമ്മുടെ വൈഫൈ ഇതുമായിട്ട് കണക്ട് ചെയ്യണം. ഞാനിവിടെ വൈഫൈ സെലക്ട് ചെയ്യുകയാണ്. ഓൾറെഡി ഞാൻ വൈഫൈ കണക്ട് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ നെക്സ്റ്റിൽ ക്ലിക്ക് ചെയ്യുകയാണ്. ഈ സ്ട്രിപ്പ് ലൈറ്റ് ആപ്പുമായിട്ട് കണക്ട് ആയി നമുക്ക് ഇനി ഡണ്ണിൽ ക്ലിക്ക് ചെയ്യാം. ഡണ്ണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഇതിന്റെ ഹോം പേജിൽ തന്നെ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. ആ ഒരു ലൈറ്റ് ബാറിനോടൊപ്പം തന്നെ നമ്മുടെ LED സ്ട്രിപ്പ് ഇവിടെ വന്നിട്ടുണ്ട്. ഇവിടെ നിന്ന് തന്നെ ഡയറക്റ്റ് നമുക്കിത് ഓഫ് ചെയ്യണമെങ്കിൽ ഓഫ് ചെയ്യാം, ഓൺ ചെയ്യണമെങ്കിൽ ഓൺ ചെയ്യാം. ഇപ്പൊ ഇങ്ങനെ ഒരു ഇന്റർഫേസ് ഓപ്പൺ ആയിട്ട് വരും. ഇവിടെ നമുക്ക് ആദ്യം ചെയ്യാൻ പറ്റുന്നത് ലൈറ്റിന്റെ ഇന്റൻസിറ്റി നമുക്ക് ആവശ്യമുള്ളതിന്റെ അത്രയും സെറ്റ് ചെയ്യുക. ഇവിടെ ഞാൻ ലൈറ്റ് ഇന്റൻസിറ്റി കുറച്ചിട്ടുണ്ട്. അതിനോടൊപ്പം തന്നെ ഈ റൗണ്ടിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതിന്റെ കളേഴ്സ് ചേഞ്ച് ചെയ്യാനായിട്ട് സാധിക്കും. നമുക്ക് ഏത് കളറാണോ വേണ്ടത് അതിനനുസരിച്ച് ഇവിടെ വന്ന് ഇങ്ങനെ കളേഴ്സ് ചേഞ്ച് ചെയ്യാനായിട്ട് പറ്റും. അതിനോടൊപ്പം തന്നെ പ്രീസെറ്റ് ആയിട്ടുള്ള കളേഴ്സ് ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെ ഉപയോഗിക്കാനായിട്ട് സാധിക്കും. ഈ ആപ്ലിക്കേഷൻ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇത് ഓൺ ഓഫ് ചെയ്യാനും സാധിക്കും. ഇവിടെ ഒരു പവർ ബട്ടൺ കൊടുത്തിട്ടുണ്ട്. ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വളരെ ഈസി ആയിട്ട് തന്നെ ഈ ലൈറ്റ് കൺട്രോൾ ചെയ്യാൻ സാധിക്കും. ഇവിടെ മൂന്നാമതായിട്ട് കൊടുത്തിരിക്കുന്ന ഈ ഒരു ടാബിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ പ്രീ സെറ്റ് ആയിട്ടുള്ള കുറെ കളർ മോഡുകൾ നമുക്ക് ഇവിടെ ലഭിക്കും. ഇതൊക്കെ നമുക്ക് ഇവിടെ നിന്ന് ഉപയോഗിക്കാനായിട്ട് സാധിക്കും. സൺഫ്ലവർ എന്ന് പറയുന്ന ഒരു മോഡ് വളരെ എനിക്ക് ഇഷ്ടപ്പെട്ടതാണ്. അതേപോലെ തന്നെ ഫോറസ്റ്റ് എന്ന് പറയുന്ന ഒരു മോഡുണ്ട്, മൊത്തം ഗ്രീൻ കളർ വരും. ഇതേപോലെ കുറേ മോഡ്സ് ഉണ്ട്. ദീപാവലി എന്ന് പറയുന്ന ഒരു മോഡുണ്ട്. ഇത് കുറച്ച് രസമാണ് ഇത് കാണാനായിട്ട്, ദീപാവലി മോഡ്. ഒപ്പം തന്നെ ഇവിടെ ഒരു പ്ലസ് ഐക്കണുണ്ട്. ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കസ്റ്റം മോഡ് ക്രിയേറ്റ് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. നമുക്ക് ഇഷ്ടമുള്ള കളേഴ്സ് വെച്ചിട്ട് ഇവിടെ കസ്റ്റം മോഡ് ക്രിയേറ്റ് ചെയ്യാം. അതിന് തൊട്ടടുത്തായിട്ട് ഒരു മ്യൂസിക് ഐക്കൺ ഉണ്ട്. ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ മ്യൂസിക് പ്ലേ ചെയ്തുകൊണ്ട് മ്യൂസിക്കിനനുസരിച്ച് നമുക്കിവിടെ ഈ ലൈറ്റിനെ കൺട്രോൾ ചെയ്യാനായിട്ട് സാധിക്കും. നമ്മൾ എക്സ്റ്റേണൽ മ്യൂസിക് ഇത് ക്ലിക്ക് ചെയ്തുകൊണ്ട് ഇത് നമ്മുടെ ഫോണിൽ പാട്ട് വല്ലതും ഇടുകയാണെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് ഇവിടെ ലൈറ്റ് ബ്ലിങ്ക് ചെയ്യാനായിട്ട് തുടങ്ങും. ഞാൻ സംസാരിക്കുന്നതിനനുസരിച്ച് ഇവിടെ ലൈറ്റ് ബ്ലിങ്ക് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഞാനൊരു പാട്ടിട്ട് കേൾപ്പിക്കാം. അപ്പോൾ സ്റ്റുഡിയോ സെറ്റപ്പിൽ വീഡിയോസ് ചെയ്യുന്നവർക്ക് ഇങ്ങനെയുള്ള LED ലൈറ്റുകളൊക്കെ വെക്കുകയാണെന്നുണ്ടെങ്കിൽ ബാക്ക്ഗ്രൗണ്ട് കുറച്ചുകൂടെ ഒന്ന് അട്രാക്റ്റീവ് ആക്കാനായിട്ട് സാധിക്കും. ഞാനിവിടെ കളേഴ്സ് ചേഞ്ച് ചെയ്ത് നിങ്ങളെ കാണിച്ചു തരാൻ നോക്കുക. ഇവിടെ നമുക്ക് വളരെ ഈസി ആയിട്ട് തന്നെ ബാക്ക്ഗ്രൗണ്ട് കളേഴ്സ് ചേഞ്ച് ചെയ്യാം. അല്ലെങ്കിൽ നമ്മളിപ്പോൾ ഒരു വീഡിയോ ചെയ്യുകയാണ്, വീഡിയോയുടെ തീമിനനുസരിച്ച് നമുക്ക് ബാക്ക്ഗ്രൗണ്ട് കളേഴ്സ് മാറ്റി കൊടുക്കാനായിട്ട് സാധിക്കും. കുറേയധികം കളർ ഓപ്ഷൻസ് ഉണ്ട്. നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. ഇവിടെ മൊത്തത്തിൽ ബാക്ക്ഗ്രൗണ്ട് കളർ ചേഞ്ച് ആയിട്ടുണ്ട്. ഞാൻ മറ്റൊരു കളർ ആഡ് ചെയ്ത് കാണിച്ചു തരാം. നോക്കുക, ഈ രീതിയിൽ ഓരോരോ കളറുകളായിട്ട് നമുക്ക് സെറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പം കളർ ഏത് വേണമെന്നുള്ളത് നിങ്ങളുടെ ഇഷ്ടമാണ്. നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് കളേഴ്സ് സെറ്റ് ആക്കുക. അപ്പം ഞാൻ ബാക്ക്ഗ്രൗണ്ടിൽ LED സ്ട്രിപ്പ് ലൈറ്റ് മാത്രമേ ഓൺ ചെയ്ത് വെച്ചിട്ടുള്ളൂ. വേറെ ലൈറ്റുകളൊന്നും ഇവിടെ ഓൺ അല്ല. അപ്പം നിങ്ങളൊരു സ്റ്റുഡിയോ സെറ്റപ്പിന് വേണ്ടിയാണ് ലൈറ്റ് വാങ്ങുന്നതെങ്കിൽ ഈ രീതിയിൽ നിങ്ങൾക്ക് ഉപയോഗിക്കാം. സാധാരണ നമുക്ക് ഇങ്ങനെയുള്ള LED ലൈറ്റ് സ്ട്രിപ്പ് ഒക്കെ ചീപ്പ് റേറ്റിൽ ആമസോണിലും ഫ്ലിപ്കാർട്ടിലും ഒക്കെ അവൈലബിൾ ആയിരിക്കും. അങ്ങനെയുള്ള ലൈറ്റുകളുടെ ഒരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് വലിയ ആയുസ് ഉണ്ടായിരിക്കത്തില്ല. നമ്മൾ കൊണ്ടൊന്ന് ഉപയോഗിച്ച് കുറച്ച് ദിവസം കഴിയുന്നതിന് മുമ്പ് സംഭവം കേടായിട്ട് പോകും. അപ്പം നമ്മൾ അതിനുവേണ്ടി ഒരു 400-500 രൂപയൊക്കെ കൊടുക്കേണ്ടി വരും ഇങ്ങനെ LED ലൈറ്റ് സ്ട്രിപ്പ് വാങ്ങാനായിട്ട്. അപ്പോൾ അതിൽ ഫീച്ചേഴ്സും വളരെ കുറവായിരിക്കും. ഇതിൽ നമുക്ക് ഇഷ്ടം പോലെ ഫീച്ചേഴ്സാണ് ലഭിക്കുന്നത്. നമുക്കിതിൻ്റെ ലെങ്ത് എക്സ്റ്റെൻഡ് ചെയ്യാനായിട്ട് സാധിക്കും. അതേപോലെ തന്നെ നമുക്ക് ഈ LED സ്ട്രിപ്പിൽ പ്യുവർ ആയിട്ടുള്ള വൈറ്റ് കളർ ലഭിക്കും. സാധാരണ നമ്മൾ LED സ്ട്രിപ്പ് വാങ്ങി കഴിയുമ്പോൾ അതിൽ പ്യുവർ വൈറ്റിന് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ചിലപ്പോൾ പ്യുവർ വൈറ്റ് കിട്ടത്തില്ല. കാരണം അതിൽ കുറച്ച് ഗ്രീൻ കളറോ യെല്ലോ കളറോ റെഡ് കളറോ ഒക്കെ മിക്സ് ആയിട്ടുള്ള ഒരു കളറായിരിക്കും വൈറ്റ് നമ്മൾ ഇടുമ്പോൾ കിട്ടുന്നത്. പക്ഷേ ഇതിൽ പ്യുവർ വൈറ്റ് കളർ നമുക്ക് LED സ്ട്രിപ്പിൽ ലഭിക്കുന്നുണ്ട്. അതേപോലെ തന്നെ വാട്ടർ പ്രൂഫ് ആണെന്നുള്ളൊരു പ്രത്യേകതയുണ്ട്. ഇപ്പോൾ ഔട്ട്സൈഡിലൊക്കെ നമ്മൾ യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ചെറുതായിട്ട് വെള്ളമൊന്നും വീണ് കഴിഞ്ഞാൽ വലിയ പ്രശ്നമൊന്നും ഇതിന് ഉണ്ടാകത്തില്ല. അതേപോലെ തന്നെ ഈ LED ലൈറ്റ് സ്ട്രിപ്പിൽ നമുക്ക് ലാസ്റ്റ് മെമ്മറി യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. അതായത് നമ്മളിപ്പോൾ റെഡ് കളർ ഇട്ടിട്ടാണ് ഇത് ഓഫ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ വീണ്ടും നമ്മൾ ഓൺ ആക്കുന്ന സമയത്ത് എപ്പോഴെങ്കിലും നമ്മൾ വീണ്ടും LED ലൈറ്റ് കണക്ട് ചെയ്ത് ഓൺ ആക്കുന്ന സമയത്ത് റെഡ് കളർ തന്നെ ആയിരിക്കും ഓൺ ആയിട്ട് വരുന്നത്. അതല്ലാതെ വൈറ്റ് കളറോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും കളറിലോക്കോ ചേഞ്ച് ആകത്തില്ല. ലാസ്റ്റ് മെമ്മറി ഇതിൽ ഓർത്ത് വെക്കുന്ന ഒരു കാര്യം കൂടെ ഈ ഒരു LED സ്ട്രിപ്പിനുണ്ട്. പിന്നെ മ്യൂസിക് കൺട്രോൾ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. നമ്മൾ സംസാരിക്കുന്നതിനനുസരിച്ച് ഈ രീതിയിൽ LEDs ബ്ലിങ്ക് ചെയ്യും. പാട്ടൊക്കെ ഇടുന്ന സമയത്ത് ആ പാട്ടിനനുസരിച്ച് ലൈറ്റായിട്ട് ബാക്ക്ഗ്രൗണ്ടിൽ LEDയുടെ കളറുകൾ മാറണമെന്നുണ്ടെങ്കിൽ അത് നമുക്ക് അങ്ങനെ സെറ്റ് ചെയ്ത് വെക്കാനായിട്ട് സാധിക്കും. മറ്റൊരു കാര്യം പറയാനുള്ളത്, സാധാരണ നമ്മൾ വാങ്ങുന്ന LED സ്ട്രിപ്പ് കുറച്ച് മണിക്കൂർ കണ്ടിന്യൂസ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ അത് ഹീറ്റ് ആവും. പക്ഷേ ഈ ഒരു LED സ്ട്രിപ്പിൽ അങ്ങനെ ഒരു പ്രശ്നമില്ല. ഹീറ്റിംഗ് ഇഷ്യൂ ഇല്ല. കണ്ടിന്യൂസ് ഇപ്പോൾ നിങ്ങൾ 1-2 ദിവസം ഉപയോഗിച്ചെന്ന് പറഞ്ഞാലും LED സ്ട്രിപ്പിൽ വലിയ രീതിയിലുള്ള ഹീറ്റ് വരത്തില്ല. അത് വളരെ പോസിറ്റീവായിട്ട് എനിക്ക് തോന്നിയ ഒരു കാര്യമാണ്. പിന്നെ നമുക്ക് കോമൺ ആയിട്ടുള്ള വോയിസ് അസിസ്റ്റന്റും ഈ ഒരു LED സ്ട്രിപ്പിൽ ലഭിക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയും ഫീച്ചേഴ്സും ക്വാളിറ്റി ഉള്ളതുകൊണ്ട് തന്നെ സാധാരണ നമ്മൾ വാങ്ങുന്ന LED സ്ട്രിപ്പിനേക്കാളും കുറച്ച് വില കൂടുതലാണ്. ഇതിനെ ബൈ ചെയ്യാനുള്ള ലിങ്ക് ഞാൻ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. നിങ്ങൾക്ക് 5 മീറ്ററോ 10 മീറ്ററോ ഒക്കെ നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് ബൈ ചെയ്യാനായിട്ട് സാധിക്കും. ആമസോണിലും ഫ്ലിപ്കാർട്ടിലും അവൈലബിൾ ആണ്.
അതേപോലെ തന്നെ ഗോഹയുടെ ഒഫീഷ്യൽ ആയിട്ടുള്ള വെബ്സൈറ്റിൽ നിന്നും ഈ ഒരു പ്രോഡക്റ്റ് നിങ്ങൾക്ക് ബൈ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി കാണുമെന്ന് വരുന്നത്. വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോ ലൈക്ക് കൂടെ ചെയ്തേക്കാം. അപ്പോൾ തന്നെ വീഡിയോ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് വേണ്ടി ഷെയർ ചെയ്ത് കൊടുക്കണം. കാരണം LED സ്ട്രിപ്പ് ഒക്കെ നമ്മൾ വാങ്ങുമ്പോൾ പലർക്കും പറ്റുന്ന ഒരു അബദ്ധം എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല വില കൊടുത്ത് ചിലപ്പോൾ വാങ്ങും, പക്ഷേ വലിയ ക്വാളിറ്റി ഉള്ളതായിരിക്കത്തില്ല. അപ്പം ആ ഒരു പ്രശ്നം നമുക്ക് ഈ ഒരു LED സ്ട്രിപ്പ് വാങ്ങുന്നതിലൂടെ ഒഴിവാക്കാനായിട്ട് സാധിക്കും. കാരണം നമ്മൾ എത്ര പേ ചെയ്യുന്നു അതിനനുസരിച്ചുള്ള ഒരു ക്വാളിറ്റി ഈ ഒരു പ്രൊഡക്റ്റിൽ ലഭിക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ ഇതേപോലെയുള്ള പുതിയ വീഡിയോകൾ നിങ്ങൾക്ക് ആദ്യം തന്നെ ലഭിക്കും. സബ്സ്ക്രൈബറിൻ്റെ അടുത്തുള്ള ബെൽ ഐക്കണിലൂടെ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. ഇന്നത്തെ വീഡിയോ നിർത്തുന്നത് ഇതിൽ നല്ലൊരു അൺബോക്സിംഗ് റിവ്യൂ ഒക്കെ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.